ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ അഴകിയ ലൈല തന്നെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നടി രംഭ. മലയാള സിനിമയിലടക്കം തിളങ്ങിയ നടി തന്നെയാണ് രംഭ. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം രംഭയെ കണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ. അതും ഇങ്ങ് കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച്. കഴിഞ്ഞ ദിവസം കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടി രംഭ എത്തിയത് തന്നെയാണ് മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത. 2 പെൺമക്കളും ഒരു ആൺകുഞ്ഞുമാണ് രംഭയ്ക്കുള്ളത്. രംഭയുടെ പുതിയ വീഡിയോയിൽ ഭർത്താവിനെയും ഇവർ 3 പേരെയും വ്യക്തമായി തന്നെ കാണാം. ഇതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും രംഭയുടെ മക്കളെക്കുറിച്ച് പറയുന്നു. രംഭയുടെ തനി പകർപ്പുള്ള 2 മക്കളുണ്ട് അക്കൂട്ടത്തിൽ നിന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 5 പേരും അവിടുത്തെ പ്രധാന വഴിപാടുകളെല്ലാം കഴിച്ച് ഗുരുവായൂരപ്പനെ നല്ലപോലെ തൊഴുതതിന് ശേഷമാണ് മടങ്ങിയത്. ഞങ്ങളുടെ ഭാഗ്യദേവൻ തന്നെയാണെന്നും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരിലെത്താറുണ്ടെന്നും ഇന്ന് വല്ലാത്ത തിരക്ക് അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് നടി രംഭ തന്നെ പ്രതികരിച്ച് എത്തിയത്. പ്രധാന വഴിപാടുകളൊക്കെ കഴിച്ച് ഇനി മടങ്ങുകയാണ് എന്നും രംഭയും കുടുംബവും അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ കുടുംബസമേതം എത്തി തൊഴുതു പ്രാർത്ഥിച്ചു മടങ്ങുന്ന രംഭയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ചുവന്ന ചുരിദാറിൽ സിമ്പിൾ ലുക്കിലാണ് രംഭ ഗുരുവായൂരപ്പനെ കാണാനായി എത്തിയത്. സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണത്രേ രംഭ കുടുംബസമേതം ഗുരുവായൂരിൽ എത്തിയതെന്ന് പറയുന്നു. രംഭയ്ക്കും കുടുംബത്തിനുമൊപ്പം ഡാൻസ് കൊറിയോഗ്രാഫർ കലാമാസ്റ്ററും ഉണ്ടായിരുന്നു. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് രംഭയുടെ വസ്ത്രധാരണത്തെയും ആരാധകരോടുള്ള പെരുമാറ്റത്തെയും കുറിച്ച് പ്രശംസിച്ച് എത്തിയത്. സിനിമയിൽ എന്തോ ആയിക്കോട്ടെ, ഇവിടെയുള്ള ചില നടിമാർ രംഭയെ കണ്ട് പഠിക്കണം. മാന്യമായ വസ്ത്രവും പെരുമാറ്റവും. സർഗം എന്നൊരൊറ്റ ചിത്രം മതി, അധികം ചിത്രങ്ങൾ ഇവർക്കില്ലെങ്കിലും രംഭ എന്നെന്നും ഓർക്കാൻ ഒരുപാട് നാളം മികച്ച നടി തന്നെയാണെന്ന് പറയാം. ഇത്രയും ഫേമസ് ആയിട്ടും ഒരു സാധാരണക്കാരിയെ പോലെ പെരുമാറുന്നു. അതുകൊണ്ടാകും കൂടുതൽ ആളുകൾ അവരെ തിരിച്ചറിയാതെ കടന്നു പോകുന്നതും. എത്രയോ ഗ്ലാമർ വേഷത്തിൽ അഭിനയിച്ച നടിയാണ്, പക്ഷെ അത് സിനിമയിൽ മാത്രം. പുറത്ത് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരു അമ്പലത്തിൽ എങ്ങനെ വരണമോ അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നും കുടുംബത്തിനോടൊപ്പം അമ്പലത്തിൽ വരുന്നത് മര്യാദയോടെ പെരുമാറുന്നത് കാണുമ്പോഴും സന്തോഷമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. ഇവിടെയുള്ള ചില നടിമാർ ഒരു സിനിമയിലെങ്ങാനും മുഖം കാണിച്ചാൽ പിന്നെ മര്യാദയ്ക്ക് തുണി കൊടുക്കാതെ നടക്കും. അത്തരം നടിമാർ രംഭയെ കണ്ട് പഠിക്കണം. ഇതാണ് വകതിരിവ്. കുടുംബത്തോടൊപ്പം ലാളിത്യത്തോടെ വന്നു പോയി എന്നിങ്ങനെ നീളുന്ന രംഭയുടെ സിംപ്ലിസിറ്റിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത്. സിനിമയിൽ മിന്നി നിൽക്കുന്ന സമയത്താണ് കാനഡ ബ്രൈഡ് ശ്രീലങ്കൻ തമിഴ്നാടൻ ഇന്ദ്രകുമാർ പത്മനാഭനുമായുള്ള രംഭയുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തോടെ പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് മാറി നിന്ന നടി ഭർത്താവിനോടൊപ്പം കുടുംബത്തിനോടൊപ്പം ശ്രീലങ്കയിലായിരുന്നു താമസം. പിന്നീട് കാനഡയിലേക്കും എത്തി. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ സൗകര്യം കൂടി പരിഗണിച്ച് ഇടയ്ക്കിടയ്ക്ക് രംഭ ഇന്ത്യയിൽ വന്ന് സമയം ചെലവഴിക്കാറുമുണ്ട്. കുട്ടികൾക്ക് ഇന്ത്യ കുറച്ചുകൂടി പ്രാഗൽഭ്യത്തിലേക്ക് എത്തേണ്ടതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഉള്ളത്തെ അള്ളിട്ട എന്ന ചിത്രത്തിലൂടെയാണ് നടി രംഭ ശരിക്കും അഭിനയ രംഗത്തേക്ക് എത്തിയത്. അതിനുശേഷം ചെങ്കോട്ട, സോഡിയാക്, ഇലക്ട്രിക് കണ്ണ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വൻ അഭിനയമായിരുന്നു. മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ രംഭ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ രംഭ എത്തിയ സർഗം എന്ന ചിത്രം പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.